ചാനലുകൾക്കും അതേപോലെ തന്നെ മാഗസിനുകൾക്കും ഒക്കെ അത് ഷെയർ ചെയ്യുകയും അതിലൂടെ തന്നെ ആള് വളരുകയും ചെയ്യും. അപ്പൊ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. റിലേഷൻഷിപ്പ് ഭയങ്കര വൈഡായിട്ട് പോകും. തെറ്റ അറിവുകളും തെറ്റ കാഴ്ചപ്പാടുകളും ഒക്കെ പങ്കുവെക്കുകയും അതിൻ്റെയൊക്കെ ചിത്രങ്ങളും അതേപോലെ എല്ലാ കാര്യങ്ങളും ഒരു എന്താ നമ്മൾ പറയാ സർവ കലാരംഗത്തെ ഒരു പ്രതിഭയാണ്. സോ ഇന്നത്തെ ഈ ഒരു പ്രഭാതം, ഇന്നത്തെ ഒരു ദിവസം വളരെ ധന്യമാണ്. നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടെ പ്രിയപ്പെട്ട ഗസ്റ്റിന്റെ പ്രസൻസിൽ ഈ ഒരു മലയാളം ക്ലബിൽ എസ്പെഷ്യലി നമ്മുടെ നിശ്ചിത മേളവും അതേപോലെ മലയാളം ക്ലബിലെ മലയാളം ക്ലബിലെ സ്റ്റുഡൻസ് തയ്യാറാക്കിയ ഈ ഒരു പ്രോഗ്രാമിന് ഇതിൽ വെൽക്കം ആശംസിച്ച ധന്യ അതേപോലെ അങ്ങനെ പ്രവർത്തിച്ച മുഴുവൻ സ്റ്റുഡൻസ്, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രസൻസിൽ ഈ പ്രോഗ്രാം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ മുഹമ്മദ് ബഷീർ, അത് അദ്ദേഹത്തിന്റെ ഒറ്റ ഇത് മതി, ഭൂമിയുടെ അവകാശികൾ, ആ ഒറ്റ വാക്ക് മതി, ആ ഒറ്റ കഥ മതി, ആരാണെന്ന് മതി. അത് ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നമ്മൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതേപോലെ ചെറിയ പഴുതാര എട്ടുകാരി തുടങ്ങി എല്ലാത്തിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞ ഒരു പരിസ്ഥിതി പ്രവർത്തകരും ഇവിടെ ഉണ്ടായിട്ടില്ല. ഒരേ ജാതി മരങ്ങൾ ഒരുമിച്ച് വളർന്നാല് അത് വലിയ പ്രശ്നമാണ്. അവിടുത്തെ ജലാശയത്തിന് പ്രശ്നം ഉണ്ടാവും, മണ്ണിന് പ്രശ്നം ഉണ്ടാവും, പിന്നെ തിന്നാൻ ചിലപ്പോ വേറെ ജീവികൾക്കായി അതിന്റെ ഇലകൾ പറ്റില്ല. ഒരേ ചെടി തന്നെ ഒരുപാട് പേര് ഏക കൃഷിവിളത്തോട്ടം നമ്മൾ കേട്ടില്ലേ, അത് എപ്പോഴും നഷ്ടത്തിലായിട്ടുണ്ട്. കാട് എപ്പോഴും പല ചെടികളും പല മരങ്ങളും ചേർന്ന്, അപ്പൊ അതിന്റെ പേരിൽ തളച്ചു വളരാൻ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടേ കാട്ടിൽ വളം കിട്ടുന്ന കണ്ടാ നിങ്ങൾ അതിന് വളം കൊടുക്കുന്നില്ല, അതിന്റെ തന്നെ വളം. ഇത് പറക്കുന്നത് പറക്കുന്ന ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ കൂടെ ഏത് ബസ്സിലും വേണ്ടി ശബ്ദം ഭയങ്കരമായിട്ട് അങ്ങനെ കയറുന്നു. അത് എന്റെ ഫ്രണ്ട് ആദിവാസി കുമാരൻ എന്ന് പറഞ്ഞു, കുമാരൻ എന്ന് പറഞ്ഞൊരു ആദിവാസിയായി അദ്ദേഹം മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങള് കുറച്ചു പേരൊക്കെ കൂടി കാട്ടിൽ തേനെടുക്കാൻ പോകുന്നുണ്ട്.